തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാൻ ഒരുങ്ങി ബിജെപി. സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശൂരിൽ വൻ സ്വീകരണം നൽകും. സുരാജ് റൌണ്ടിലെ റോഡ് ഷോയിൽ 1,00,000 ലക്ഷം പേർ പങ്കെടുക്കും. തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ പോസ്റ്റർ. കെ മുരളീധരന്റെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. മുരളീധരന്റെ മാന്യമായ തോൽവിയല്ലെന്നും വേദനയുണ്ടെന്നും പത്മജ വേണുഗോപാൽ. ബെന്നി ബെഹനാന്റെ രണ്ടാംവട്ട വിജയത്തിൽ നിറമങ്ങി ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം. തൃശൂരിലെ തോൽവി പാർട്ടി ഗൌരവത്തോടെ പഠിക്കണമെന്ന് ചാലക്കുടി UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. മുരളിയെ കൂടെ നിർത്തി പോരായ്മകൾ പരിഹരിക്കാൻ നേതൃത്വം മുൻകൈയെടുക്കണമെന്നും ബെന്നി ബെഹനാൻ. വടാനപ്പള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 4 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറിയത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാനൊരുങ്ങി BJP. മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശൂരിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് കവിളിൽ ശൂലം തറച്ച കൂർക്കഞ്ചേരി സ്വദേശി BJP അനുയായി കുട്ടനാണ് മണികണ്ഠനാലിലെ മുരുകക്ഷേത്രത്തിന് മുന്നിൽ വഴിപാടായി കവിളിൽ ശൂലം തറച്ചത്. സുരേഷ് ഗോപി ജയിച്ചാൽ കവിളിൽ ശൂലം തറയ്ക്കാമെന്നായിരുന്നു വഴിപാട്. 1 മാസം വ്രതമെടുത്താണ് കുട്ടൻ വഴിപാട് പൂർത്തിയാക്കിയത്. നേരത്തെ CPM പ്രവർത്തകനായിരുന്ന കുട്ടൻ 1 വർഷം മുൻപാണ് BJPയിൽ ചേർന്നത്. BJP ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി സുശാന്ത് ഐനിക്കുന്നത്ത്, സിനോയ്, റോബിൻ, ജെയിൻ, മണികണ്ഠൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ പോസ്റ്റ്. TN പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുമാണ് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റ്. DCC ഓഫീസിന്റെ മതിലും പരിസരത്തുമാണ് പോസ്റ്റർ പതിച്ചിരുന്നത്. പോസ്റ്റർ പിന്നീട് കീറിക്കളഞ്ഞു. അതേസമയം DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. വീഴ്ച സംബന്ധിച്ച കോൺഗ്രസിന്റെ തൃശൂരിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. NDAയുടെ വലിയ വിജയത്തിന് കാരണം BJP CPM ഡീലാണെന്ന് ആവർത്തിച്ച് ജോസ് വള്ളൂർ. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനൊരു പരാജയം ഉണ്ടാകാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച് വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും MLAയുടെയും പഞ്ചായത്തിലടക്കം BJPക്ക് ലീഡ് കിട്ടിയത് ചൂണ്ടിക്കാട്ടിയ DCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഇടതുപക്ഷം മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും BJPയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ, ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തൃശൂർ പാർലമെന്റിനകത്തുള്ള തൃശൂർ ജില്ലയിലെ 21 ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടില്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കന്മാർ എല്ലാവരുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ആധിപത്യമുള്ള പ്രദേശമാണ്. മന്ത്രി രാജൻ, തൃശൂർ MLA ബാലചന്ദ്രന്റെ സ്ഥലം അന്തിക്കാടാണ്. സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ സ്ഥലം അന്തിക്കാടാണ്. നാട്ടിക MLA CC മുകുന്ദൻ, അദ്ദേഹത്തിന്റെ സ്ഥലം അന്തിക്കാടാണ്. ഈ 4 പ്രമുഖ നേതാക്കന്മാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അന്തിക്കാട്. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് കോൺഗ്രസിന്റെ ഒരു വോട്ടും അവിടെ ചോർന്നിട്ടില്ല എന്ന് മാത്രമല്ല 350 വോട്ട് BJPക്ക് അങ്ങനെ ആ പഞ്ചായത്തിൽ മാത്രം ലീഡ് ഉണ്ടായി. പരിശോധിക്കണം. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. കേരളത്തിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. ആ സമയത്ത് പോലും ചാഴൂര്, താന്യം ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിനായിരുന്നു ലീഡുണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് ഇപ്പോൾ BJP ലീഡ് ചെയ്തത്. അതെങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? അവിടെയും കോൺഗ്രസ് വോട്ട് ചോർന്നിട്ടില്ല. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്താണെങ്കിലും എളവള്ളി ഗ്രാമപഞ്ചായത്താണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രം വർഷങ്ങളായി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എന്തുകൊണ്ട് BJPക്ക് ഇങ്ങനെ വലിയൊരു ലീഡ് ഉണ്ടായി എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. മുരളീധരന്റെ പരാജയം വലിയ ദുഃഖമാണ്. ഇതിന്റെ പേരിൽ മുരളി പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറരുത്. കെ മുരളീധരന്റെ പരാജയം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ പരാജയം. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ദുഃഖകരമായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കെ മുരളീധരൻ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അതികായകനായ വലിയ നേതാവാണ്. 100% അദ്ദേഹം കോൺഗ്രസിന് നേതൃത്വത്തിൽ ഉണ്ടാകണം. ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ ആളുകളെയും ആഗ്രഹമാണ്. അതേസമയം
DCC നേതൃത്വത്തിനെതിരെയും സിറ്റിംഗ് MP TN പ്രതാപനെതിരെയുമുള്ള പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്മജ വേണുഗോപാൽ കോൺഗ്രസിനകത്ത് വലിയ നേതാവായിരുന്നു. അവരിപ്പോൾ BJP-യിലേക്ക് പോയി. അവരെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചൊന്നും പറയേണ്ട ബാധ്യത എനിക്കില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. TCV തൃശൂർ. കോൺഗ്രസ് വിടാനുള്ള തന്റെ തീരുമാനം തെറ്റിയില്ലെന്ന് പത്മജ വേണുഗോപാൽ. പാർട്ടിയിൽ നിന്നുണ്ടായ അപമാനം കൊണ്ട് പൊട്ടിക്കരഞ്ഞാണ് താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും മുരളീധരന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ. തൃശൂർ മുരളി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പത്മജ. ജാതിയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസാണ്. സങ്കടങ്ങൾ പറഞ്ഞ് താൻ പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആരും എന്നെ ചെവികൊണ്ടില്ലെന്നും അച്ഛന്റെ കാലുവാരികളുടെ പിന്മുറക്കാരിൽ ചിലരും പുതിയ ആളുകളുമാണ് തന്നെയും ചേട്ടനെയും കാലുവാരിയതെന്നും പത്മജ പറഞ്ഞു. ഞാനെടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത്. കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരും മോശമെന്ന് ഞാൻ പറയില്ല. നല്ല ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇപ്പം അധികാരം. അവരാണ് തീരുമാനിക്കുന്നത് ആരിവിടെ വരണം, ആര് ജയിക്കണം, എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ്. BJP താൻ കേട്ട പാർട്ടിയല്ല എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും BJP വെറുക്കപ്പെടേണ്ട പാർട്ടിയല്ലെന്ന തോന്നലുമാണ് ക്രിസ്ത്യൻ വോട്ടുകളടക്കം BJPക്ക് കിട്ടാൻ ഇടയാക്കിയത്. സുരേഷ് ഗോപിയെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് ആണ്. അത് മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് ഇനി കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. കോൺഗ്രസിന്റെ അധികാരങ്ങളെല്ലാം ഒരു കോക്കസിന്റെ കൈകളിലാണ്. അത് പിരിച്ചുവിട്ടാലേ കോൺഗ്രസ് നന്നാവുകയുള്ളൂവെന്നും പത്മജ പറഞ്ഞു. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP മധ്യമേഖലാ പ്രഭാരി V ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ബെന്നി ബെഹനാന്റെ രണ്ടാംവട്ട വിജയത്തിൽ നിറമങ്ങി ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം. ഇതോടൊപ്പം പരമ്പരാഗത വോട്ടിംഗ് നിലയിൽ ചോർച്ചയുണ്ടായതിന്റെ ആശങ്കയിലാണ് LDF-ഉം. 5716 വോട്ടാണ് ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം. 2019 ഇന്നസെന്റിന് എതിരെ 22,546 വോട്ടിന്റെ മുൻതൂക്കമുണ്ടായിരുന്നു. ചാലക്കുടി നഗരസഭയിൽ നിന്ന് 3490 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇക്കുറി ബെന്നി ബെഹനാൻ നേടിയത്. എന്നാൽ 2019 അത് 7285 ആയിരുന്നു. എന്നാൽ കൊടകര, മേലൂർ, അതിരപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ LDF-ന് നേട്ടമുണ്ടാക്കി. കൊടകരയിൽ നിന്നും 1303 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷം ലഭിച്ചത് ആശങ്കയോടെയാണ് LDF നേതൃത്വം നോക്കിക്കാണുന്നത്. മേലൂരിലെ 235-ന്റെ ലീഡ് തുടർച്ചയായി പഞ്ചായത്ത് ഭരിക്കുന്ന LDF-ന് കനത്ത താക്കീതുമായി. കൊരട്ടി, കാടുകുറ്റി, പരിയാരം എന്നീ പഞ്ചായത്തുകളിലെ LDF ഭരണത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് പിന്നിട്ട അസംബ്ലി, പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ. തൃശൂരിലെ തോൽവി പാർട്ടി ഗൗരവത്തോടെ പഠിക്കണമെന്ന് ചാലക്കുടി UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. എവിടെയാണ് പാളിച്ചയുണ്ടായതെന്ന് പഠിക്കണം. മുരളീധരനുമായി താൻ സംസാരിച്ചുവെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. എല്ലാവരും ജയിച്ചപ്പോൾ മൂന്നാമതായതിന്റെ സ്വാഭാവിക നിരാശ മുരളീധരനുണ്ടാകും. അത് സ്വാഭാവികമാണ്. മുരളിയെ കൂടെ നിർത്തി തോൽവി പരിശോധിക്കണമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. പ്രധാന നേതാക്കൾ പ്രചരണത്തിന് വന്നില്ല എന്നായിരുന്നു മുരളിയുടെ ആരോപണം. രാഹുൽ ഗാന്ധിക്ക് ചാവക്കാട് പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നു. അസുഖം കാരണം മാറ്റിയതാണ്. പോരായ്മകൾ പരിഹരിക്കാൻ നേതൃത്വം മുൻകൈയെടുക്കണമെന്നും ബെന്നി ബെഹനാൻ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി സെൻട്രൽ ചേറ്റുവ റോഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് കാർ ഇടിച്ചു കയറി 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ മേപ്പറമ്പിൽ വീട്ടിൽ സോമൻ, വടക്കൻ വീട്ടിൽ കുഞ്ഞായിപ്പുട്ടി, ഷരീഫ്, ചെമ്പോത്ത് പറമ്പിൽ ലിജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. 2,45,944 സീറ്റുകളിലാണ് അലോട്ട്മെന്റ്. 7 വൈകിട്ട് 5 വരെയാണ് ഒന്നാംഘട്ട ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രവേശനം.
മുക്കാട്ടുകര സെന്റ് ജോർജസ് UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മിമിക്രി കലാകാരൻ കലാഭവൻ സലീം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ പിണ്ടിയാൻ അധ്യക്ഷത വഹിച്ചു. മധുര പലഹാരങ്ങൾ നൽകിയാണ് അധ്യാപകർ നവാഗതരെ വരവേറ്റത്. PTA പ്രസിഡന്റ് AK അഞ്ജു, വൈസ് പ്രസിഡന്റ് TB വിനോദ്, CG പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. സംസ്കൃതം അധ്യാപിക P സുജാത രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി ക്ലാസ്സെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ അരിമ്പൂർ സെന്ററിന് സമീപം റോഡ് പിളർത്തി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപവുമുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന റോഡിൽ പലയിടത്തും സമാനമായ രീതിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുകയും റോഡ് കേടാവുകയും ചെയ്യുന്നത് പതിവാവുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ജലസേചന വകുപ്പ് അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ആവശ്യപ്പെട്ടു. ക്യാൻസർ രോഗബാധിതർക്കായി തന്റെ മുടി ദാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഷെയ്ഖ് സലീം ഖാൻ എന്ന 4 വയസ്സുകാരൻ. കുരുന്നു പ്രായത്തിൽ ക്യാൻസറിനെ കുറിച്ച് അറിയില്ലെങ്കിലും ബാപ്പായുടെയും ഉമ്മായുടെയും ആഗ്രഹം നടത്തിക്കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ UKG-ക്കാരൻ. മതിലകം പുന്നക്ക ബസാർ ഷിജാസ് രഹന ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനാണ് മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് സലീം ഖാൻ. സലീം ഖാന് 1 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിതർക്ക് വേണ്ടി മുടി ദാനം ചെയ്യണമെന്ന ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടായത്. അതോടെ മകന്റെ മുടി നീട്ടി വളർത്തുകയായിരുന്നു. LKG-യിൽ പഠിക്കുമ്പോൾ മുടിക്ക് അധികം നീളമുണ്ടായിരുന്നില്ലെങ്കിലും കെട്ടിവെച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. സലീം ഖാൻ മുടി ദാനം ചെയ്യാൻ തയ്യാറെടുത്തതോടെ ക്ലാസ് അധ്യാപികയായ അഞ്ജനയും തൃശൂർ അമല ആശുപത്രിയിലെ ക്യാൻസർ ബാധിതർക്ക് മുടി നൽകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഒരു വയസ്സിലാണ് ലാസ്റ്റ് വെട്ടിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രോത്ത് കണ്ടപ്പോൾ ആണ് നമുക്കിങ്ങനെ കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വയ്യാത്തവർക്ക് കൊടുക്കാം, ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. പിന്നെ വെട്ടിയില്ല. 1-2 തവണ ഒക്കെ ഷേപ്പ് ചെയ്ത് നിർത്തി. താഴത്തെ ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തി. അല്ലാതെ പിന്നെ വെട്ടി കളഞ്ഞിട്ടില്ല. LKG പോയിരുന്നപ്പോൾ കുട്ടികളൊക്കെ കുറേ കളിയാക്കിയിരുന്നൊക്കെ പറയും വന്നിട്ട്, പെൺകുട്ടികളല്ലേ മുടി വളർത്താം, നീ എന്താ മുടി വളർത്തണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പറയുമായിരുന്നു. 1-2 തവണ ഫസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഉമ്മീ എല്ലാവരെ പോലെ മുടി വെട്ടില്ലേന്ന്. പിന്നെ അവനക്ക് തന്നെ അത് മനസ്സിലായി, ഇങ്ങനെ മുടി നമുക്ക് കൊടുക്കാനാണ്. ജൂൺ 13-ന് അമല ആശുപത്രിയിൽ നടക്കുന്ന കേശദാനം സ്നേഹദാനം പരിപാടിയിൽ വെച്ച് ഇരുവരും മുടി ദാനം ചെയ്യും. ബ്ലഡ് ഈസ് റെഡ് എന്ന രക്തദാന സംഘടനയുടെ സ്ഥാപകനായ അസീസ് കല്ലുംപുറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 25 പേരാണ് അന്നേ ദിവസം മുടി ദാനം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവാണ് ഷെയ്ഖ് സലീം ഖാൻ. TCV കയ്പമംഗലം. മറ്റത്തൂരിലെ പൊതുപ്രവർത്തകനായിരുന്ന PV പൗലോസ് മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സാമൂഹ്യശ്രീ പുരസ്കാരങ്ങൾ വ്യാഴാഴ്ച സമ്മാനിക്കും. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടക്കുന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ ലോനപ്പൻ കടമ്പോട്, K പ്രസാദ് എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങും. തൃശൂർ മാർത്തമറിയം വലിയപള്ളിയിൽ ഔഷധ സസ്യത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. ക്ലർജി കൌൺസിൽ സെക്രട്ടറി KR ഇനാശു ഉദ്ഘാടനം ചെയ്തു. ഡെമിൽ ഡേവിസ്, അലക്സ് ആന്റണി, സോജൻ P ജോൺ, ആൻഡ്രൂ D ഒല്ലൂക്കാരൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക KA സുജിനി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. സെക്രട്ടറി സൗമ്യ യോഗേഷ്, വനിതാവേദി ചെയർപേഴ്സൺ KR രാധിക എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ KKTM GGHSS സ്കൂളിലെ NSS യൂണിറ്റ് പുഴ നടത്തം സംഘടിപ്പിച്ചു. പരിസര മലിനീകരണവും പാരിസ്ഥിതികാഘാതവും ഏറ്റവും കൂടുതൽ നേരിടുന്ന പുഴകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും മാലിന്യങ്ങൾ പുഴകളിലേക്ക് വലിച്ചെറിയുന്ന പ്രവണത തടയുന്നതിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായാണ് പുഴ നടത്തം സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പുഴ നടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടിവിങ്ങൽ, പ്രോഗ്രാം ഓഫീസർ KH ബിന്നി, വോളണ്ടിയർ ലീഡർമാരായ ഐശ്വര്യ ലക്ഷ്മി, സുഹ്റ എന്നിവർ നേതൃത്വം നൽകി. പുഴയോരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തും പുഴ സംരക്ഷണത്തിനായി കൈകോർത്ത് പ്രതിജ്ഞയെടുത്തും വിദ്യാർത്ഥികൾ പുഴ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ആയിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുന്നതാണ്. അന്ന് പുതിയ ചെടികൾ നടുകയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും കുട്ടികളെയായാലും പൊതുജനങ്ങളെയായും ബോധവൽക്കരിക്കുകയും ചെടികൾ നടുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രവർത്തനമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന
ഞങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ പുഴ പോലും അത്രയും തെളിനീരൊഴുകുന്ന വേലിയേറ്റത്തും വേലിയിറക്കത്തിനെല്ലാം നാടിൻ്റെ മാലിന്യം മുഴുവൻ കൊണ്ടുപോയിരുന്ന ഒരു പുഴയായിരുന്നു. പക്ഷേ ഇന്ന് പുഴയിലെ മാലിന്യം നമ്മൾ നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒളരി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി പരിസ്ഥിതി ദിന സന്ദേശം നൽകി വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പേരാമംഗലം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. KCYM സെക്രട്ടറി ഐവിൻ ജോസഫ്, ട്രഷറർ എൽവിൻ ആന്റണി, പ്രസിഡന്റ് അനീഷ് ബ്രഹ്മകുളം എന്നിവർ നേതൃത്വം നൽകി. അത്താണി പോപ്പ് ജോൺ പോൾ പീസ് ഹോമിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പീസ് ഹോമിലെ കിടപ്പ് രോഗികളും നിത്യരോഗികളുമായവർ വീൽചെയറിലെത്തി 25 തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും ഏറ്റുചൊല്ലി. ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി, മദർ സുപ്പീരിയർ സിസ്റ്റർ ആലീസ് പഴയ വീട്ടിൽ, സിസ്റ്റർ എൽസമ്മ വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകളും പൂജാപുഷ്പങ്ങളുടെ തൈകളും നട്ടു. വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ഡിവിഷൻ കൌൺസിലർ ഉപദേശക സമിതി അംഗവുമായ KU പ്രദീപ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് V ശ്രീധരൻ, സെക്രട്ടറി C അജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്റ്റാർസ് ക്ലബിന്റെ പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടു. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് കുയിലാടൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജോയ് ചേറങ്ങാൻ, ട്രഷറർ ബിജു ചുള്ളി, ഷോജൻ ഡി വിധേയത്തിൽ, വർഗീസ് കളത്തിങ്കൽ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ഷാജു ചങ്കൻ, ജോഷി മേനാച്ചേരി എന്നിവർ സംസാരിച്ചു. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ, ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി K ഷാനവാസ് എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ടു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ, നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീലേഖ, ഹെഡ് നഴ്സ് സിൽവി, PRO ജോജി തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടു. യൂണിറ്റ് പ്രസിഡന്റ് MV ബാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് റോബർട്ട് ആൻഡോ, വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത, യൂണിറ്റ് സെക്രട്ടറി ഫസലു റഹീം എന്നിവർ പങ്കെടുത്തു. ദേവാങ്കണം ചാരുഹരിതം പരിപാടിയുടെ ഭാഗമായി ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ 100ഓളം വൃക്ഷത്തൈകൾ നട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലത്ത്, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, മാനേജർ സരിത ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തിൽ കേച്ചേരി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. പുറ്റേക്കര സെന്റ് ജോർജസ് സ്കൂളിൽ ലയൺസ് ഡിസ്ട്രിക്ട് ചെയർമാൻ അഡ്വക്കേറ്റ് CT ജോഫി, ക്ലബ്ബ് പ്രസിഡന്റ് ഫ്രാൻസിസ്, സെക്രട്ടറി ഷാബു തോമസ്, KA വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തൈ വിതരണം ചെയ്തു. 3 പീടിക സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി CB അബ്ദുൾ സമദ് അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, കബീർ പുന്നിലത്ത്, TK ഷംസുദ്ദീൻ, സോമൻ താമരക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിസിറ്റ, KG പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി ആന്റണി, PTA അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കേപ്പുറം പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷനായിരുന്നു. അജിത റോയ്, കവിത മനോജ്, ലോറൻസ് കൂനമൂച്ചി, TK ഷാഹില, വിജയ ജേക്കോ, KY ജിബി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ നാമെങ്കിലും അതിന്റെ ആപത്ത് മനസ്സിലാക്കി. കൊടകരയിലെ പഴക്കമേറിയ വൃക്ഷങ്ങളിലൊന്നായ കടുകമരത്തിന്റെ സംരക്ഷണം പരിസ്ഥിതി ദിനത്തിൽ കൊടകര പഞ്ചായത്ത് ഏറ്റെടുത്തു. ഹൈസ്കൂൾ സ്റ്റേഡിയത്തിന് സമീപമുള്ള സ്ഥലത്താണ് 100 വർഷത്തിലേറെ പഴക്കമുള്ളതും അപൂർവവുമായ കടുക്കാമരമുള്ളത്. കടുക്കമരച്ചുവട്ടിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ P സുരേന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകൻ M മോഹൻദാസ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ് എന്നിവർ പങ്കെടുത്തു.
പാവർട്ടി തീർത്ഥ കേന്ദ്രത്തിലെ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി VJ ജോസിക്ക് ഫലവൃക്ഷ തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് OJ ജസ്റ്റിൻ അധ്യക്ഷനായി. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, TL ഔസേപ്പ്, സേവ്യർ അറക്കൽ, CV സേവ്യർ എന്നിവർ സംസാരിച്ചു. ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്ര ജൂബിലിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ ഇഞ്ചക്കുണ്ട് ലൂർദുപുരം സർക്കാർ UP സ്കൂളിലേക്ക് 75 ഫലവൃക്ഷ തൈകൾ നൽകി. കുടിയേറ്റ വജ്ര ജൂബിലി പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് പാലക്കാട്ടുമലയിൽ ഫലവൃക്ഷ തൈകൾ കൈമാറി. എളവള്ളി വാഗ അയ്യപ്പൻ മാസ്റ്റർ മെമ്മോറിയൽ വായനശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ വാഗ വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CJ വിൽസൺ അധ്യക്ഷത വഹിച്ചു. ഷീല രാധാകൃഷ്ണൻ, ജാൻസി ജോയ്, ലൈബ്രറിയൻ സുമാ സുനിൽ, MN രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവകയിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വറദച്ചൻ ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകരായ KV സുബൈർ, R ജയകുമാർ, ജോഫി ചൊവ്വന്നൂർ, TT മുനേഷ് എന്നിവർ ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ, ബിജു അന്തിക്കാട്ട്, ജോബ് D ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. യൂണിയൻ സംസ്ഥാന കൌൺസിൽ അംഗം OR സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, യൂണിയൻ പ്രസിഡന്റ് MP ഫ്രാൻസിസ്, സെക്രട്ടറി പ്രേം C മുകുന്ദ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K കാളിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. തൃശൂർ മിനി സിവിൽ സ്റ്റേഷൻ സാമൂഹ്യനീതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ DTFK ഭാരവാഹികൾ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപിന് പ്ലാവിൻ തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. DTFK ജില്ലാ സെക്രട്ടറി ദിയ ഋഷി അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് ജോയ്സി സ്റ്റീഫൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ കവിയും ജില്ലാ പ്രസിഡന്റുമായ വിജയരാജ മല്ലിക, DTFK ജില്ലാ കമ്മിറ്റി ട്രഷറർ KV നന്ദന തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദി വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിൽ തണൽ വൃക്ഷത്തൈകൾ നട്ടു. സെക്രട്ടറി KP ജയൻ ഉദ്ഘാടനം ചെയ്തു. KA ഫരീദ് അലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക PR വിജയശ്രീ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്കൂൾ SRG കൺവീനർ വീണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇടം വൈസ് പ്രസിഡന്റ് KM സൗമ്യ, നാരായണൻ കോടനാട്, അബ്ബാസ് വെള്ളറക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. എഴുത്തുകാരൻ വർഗീസ് തൊടുപറമ്പിൽ പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വളപ്പിലെ 80 വർഷത്തോളം പഴക്കമുള്ള മരമുത്തശ്ശിയെ പ്രധാന അധ്യാപിക ഗിരിജ ആദരിച്ചു. മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ഭവ്യ അടുക്കളത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പ്രീ പ്രൈമറി പ്രവേശനോത്സവം വർണ്ണാഭമായി. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NP അജയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, പ്രധാന അധ്യാപിക KA സുജിനി, SMC ചെയർമാൻ PT സുശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂളുകളിൽ നിന്നും പ്രാരംഭഘട്ട മത്സര വിജയികളെയാണ് മണ്ഡലം തല മത്സരത്തിൽ പങ്കെടുപ്പിച്ചത്. കാരമുക്ക് SNGS സ്കൂൾ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാടാനപ്പള്ളി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസും സമ്മാനവും നൽകി. ഗുരുവായൂർ GUP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ അധ്യക്ഷയായിരുന്നു. പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള PD സന്ധ്യ, PTA പ്രസിഡന്റ് P രഘു, CRC കോർഡിനേറ്റർ അതുല്യ നിഖിൽ, എക്കോ ക്ലബ് കൺവീനർ MV ഗ്ലിൻസി തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി വട്ടായി വന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടു. പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ VSS എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജപ്പൻ താളി കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗങ്ങളായ പത്മിനി മധുസൂദനൻ, മോളി ശേഖർ എന്നിവർ നേതൃത്വം നൽകി. മൂലംകുളം SNV UP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് വൈസ് ചെയർമാൻ MK ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക P പ്രീത കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ നട്ടു. ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കാനുള്ള ഗവേഷണങ്ങൾക്കൊപ്പം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അന്വേഷണങ്ങളും ഉണ്ടാകണമെന്ന് എഴുത്തുകാരൻ P സുരേന്ദ്രൻ പറഞ്ഞു. കൊടകര പഞ്ചായത്ത് സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും മാമ്പഴ ഗ്രാമം പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ M മോഹൻദാസിനെ P സുരേന്ദ്രൻ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK മുകുന്ദൻ, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, പരിസ്ഥിതി പ്രവർത്തകൻ M മോഹൻദാസ്, പഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് ഉണ്ടാക്കിയല്ലേ, അതുകൊണ്ട് ശാസ്ത്രം തന്നെ ഒരു ബദൽ കണ്ടുപിടിക്കണം. കത്തിച്ചാൽ പ്രശ്നമില്ലാത്ത, ഭൂമിയിലേക്ക് താനെ ലയിച്ചു പോകുന്ന, എന്നാലോ കോസ്റ്റ് കുറഞ്ഞു കിട്ടും വേണം. അതുകൊണ്ട് തുണിസഞ്ചി എന്നൊക്കെ അതൊന്നും പ്രായോഗികമായ കാര്യമല്ല. അപ്പം എന്ത് ചെയ്യണം? ശാസ്ത്രം തന്നെ അതിനുള്ള വഴി കണ്ടെത്തണം. ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ റോക്കറ്റിൻ്റെയോ ഉപഗ്രഹ വിക്ഷേപണത്തിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. മറ്റു വാർത്തയിലേക്ക്. ഫ്യൂമ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചൊവ്വൂർ ട്രഡീഷണൽ ഫർണിച്ചർ ക്ലസ്റ്ററിൽ വൃക്ഷത്തൈ നടീലും വിതരണവും നടന്നു. ഫ്യൂമ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം P പവിത്രൻ വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഫർണിച്ചർ ക്ലസ്റ്റർ ചെയർമാൻ MJ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജോസ് പോൾ, ജില്ലാ സെക്രട്ടറി ഫെൻട്രി പോൾ, ജില്ലാ ട്രഷറർ ജോബി ജോർജ്, വൈസ് പ്രസിഡന്റ് റഷീദ് ഏറാത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാനൊരുങ്ങി BJP. സുരേഷ് ഗോപിക്ക് എന്ന തൃശൂരിൽ വൻ സ്വീകരണം. സ്വരാജ് റൌണ്ടിലെ റോഡ് ഷോയിൽ 1,00,000 പേർ പങ്കെടുക്കും. തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ പോസ്റ്റർ. K മുരളീധരന്റെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. മുരളീധരന്റെ മാന്യമായ തോൽവിയല്ലെന്നും വേദനയുണ്ടെന്നും പത്മജ വേണുഗോപാൽ. ബെന്നി ബെഹനാന്റെ രണ്ടാമട്ട വിജയത്തിൽ നിറമങ്ങി ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം. തൃശൂരിലെ തോൽവി പാർട്ടി ഗൌരവത്തോടെ പഠിക്കണമെന്ന് ചാലക്കുടി UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. മുരളിയെ കൂടെ നിർത്തി പോരായ്മകൾ പരിഹരിക്കാൻ നേതൃത്വം മുൻകൈ എടുക്കണമെന്നും ബെന്നി ബെഹനാൻ. വടാനപ്പള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.